നമസ്കാരം. മലയാളി വാർത്ത സ്പെഷ്യലിലേക്ക് കയറിപ്പോന്നോളി. എന്ന് വരും നീ ക്ലിഫ് ഹൗസിൻ മുറ്റത്ത്, മുഖ്യനെ പൊക്കാൻ ക്ലിഫ് ഹൗസിൻ മുറ്റത്ത്. അങ്ങനെ മുഖ്യനെ പൊക്കാൻ കേന്ദ്ര ഏജൻസി വരുന്നതും കാത്ത് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ് കൊച്ചു ഗള്ളൻ ഗോവിന്ദൻ മാമൻ. അമ്പടക്കേമാ ഗോവിന്ദൻ മാമ. സുഹൃത്തുക്കളെ, നിങ്ങൾ ഇത് കേൾക്കുക. പിണറായി ഉടൻ അറസ്റ്റിലാകും. ദിവസങ്ങൾക്കുള്ളിൽ അത് സംഭവിച്ചിരിക്കും. ഒരു കേന്ദ്ര ഏജൻസി പിണറായിയെ തൂക്കിയിരിക്കുമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ വന്നൊരു കീച്ചിയത് മുതൽ ഗോവിന്ദൻ മാമൻ ആവേശത്തിലാണ്. ഹയ്യടാ ഹയ്യമ്മ എന്ന് പറഞ്ഞുകൊണ്ട് തുള്ളിച്ചാട്ടം. ഹിമന്ത അണ്ണന്റെ നാവ് പൊന്നായിരിക്കട്ടെ എന്ന്. ഹിമന്ത കേരളത്തിലോട്ട് കെട്ടിയെടുത്തത് ഇതിനാണോ എന്ന് കരയുകയാണ് പിണറായി സഖാബ്. ഗോവിന്ദ ക്ലിഫ് ഹൗസിന്റെ വാതിലടാ AKG കഥ കെട്ടാന്നും പറഞ്ഞുകൊണ്ട് മുഖ്യൻ കിളി പോയ പോലെ ഓടുകയാണെന്ന് തെക്ക് വടക്ക് കൈവിട്ടു പോയി. കമലേ, ശിഷ്ടകാലം തിഹാറിലാന്നാ തോന്നണേ. ഇജന്റെ ക്ലിഫ് ഹൗസ് തൊഴുത്തിലെ പശുക്കളെ നോക്കണം. അവരെന്നെ തിരക്കിയാൽ ഞാനൊരു യാത്ര പോയി എന്ന് പറഞ്ഞേക്ക്. മാസം എടുത്ത് നിൽക്കുകയാണ് അമ്മണി പശു. പേരെടുക്കാനുള്ള മെറ്റേണിറ്റി ലീവെങ്കിലും ലവന്മാരെനിക്ക് തന്നാൽ മതിയായിരുന്നു. കഷ്ടം തന്നെ കേട്ടോ മുഖ്യൻ്റെ അവസ്ഥ. പേരവിടെ നിൽക്കട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് വരാം. അതായത് രമണ കളികാര്യമായി എന്നാ തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ അസമിലെ BJP മുഖ്യൻ വന്ന് പിണറായി ഉടൻ അറസ്റ്റിലാകുമെന്ന് വെറുതെ പറയുമോ? അങ്ങനെ എനിക്ക് സംശയമുണ്ട്. എന്തോ ചീഞ്ഞു നാറുന്നുണ്ട്, സംതിങ് ഫിഷി. യവന്മാരൊക്കെ ആയോണ്ട് പണയാനും പറ്റൂല കേട്ടോ. തെരഞ്ഞെടുപ്പായത് കൊണ്ട് വെറുതെ തള്ളിയതാകാനും മതി. അല്ല, ഇനി തള്ളിയതല്ലെങ്കിൽ മുഖ്യന് തീഹാറിൽ ചെന്ന് ഗോകളെ മേച്ചും കളിച്ചും ചിരിച്ചും രസിക്കാം കേട്ടോ. പറഞ്ഞാൽ മതി, മുഖ്യന്റെ ആവശ്യപ്രകാരം അവർ തൊഴുത്ത് കെട്ടിത്തരും. എനിക്കതല്ല, ശരിക്കും പിണറായി ഇനി എങ്ങാനും അറസ്റ്റ് ചെയ്യോ? ഏതായാലും മലയാളികൾ ഇപ്പൊ പറയുകയാണ്, എത്ര കാലമായി ഞങ്ങൾ കാത്തു നിൽപ്പൂ, ഒന്നങ്ങു തൂക്കുമോ മാൻറേക്കിനെ, പോകരുതേ അരുതേ പൊക്കാതെ പോകരുതേ. അങ്ങനെയാലും നമുക്ക് കുറച്ച് മനസ്സമാധാനം കിട്ടട്ടെ എന്ന്. ഈ ബ്ലഡി മല്ലൂസിന്റെ ഓരോരോ ആഗ്രഹങ്ങളെ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത മുഖ്യൻ തീഹാറിൽ കിടക്കണമെന്ന്. കണ്ണിൽ ചോരയില്ലാത്ത ബ്ലഡി ഗ്രാമവാസീസ്. ഒന്നുമില്ലാലും മുഖ്യൻ നമ്മളെ കൈവെള്ളയിലല്ലേ കൊണ്ടടക്കുന്നത് അങ്ങോട്ട്. ഓർമ്മ വേണം, സ്മരണ. ഗോവിന്ദ, താൻ കേട്ടില്ലേ എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന്? കേട്ടു മുഖ്യ, എല്ലാം വിധിയുടെ വിളയാട്ടം. മുഖ്യൻ തീഹാറിൽ പോയി കിടന്ന് കേരളം ഭരിക്കണം. കെജ്രിവാളിന്റെ ഭാര്യയല്ലേ ഇപ്പോൾ ഡൽഹി ഭരിക്കുന്നത്. അതുപോലെ കമലേച്ചിയെ കൊണ്ട് കേരളം ഭരിപ്പിക്കണം. ഈ പാർട്ടിക്ക് വേണ്ടി മുഖ്യൻ രക്തസാക്ഷി ആകണമെങ്കിൽ അങ്ങ് ആകണമെന്നേ. ഗോവിന്ദ, താൻ ഒരുപാട് അങ്ങ് പ്രോത്സാഹനം തരല്ലേ എനിക്ക്? തൻ്റെ ചാട്ടം അങ്ങോട്ടൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ പോയാൽ അടുത്ത മുഖ്യമന്ത്രി, അതല്ലേ തൻ്റെ മനസ്സിലിരിപ്പ്. നടക്കൂല ഗോവിന്ദ, നടക്കൂല. ഞാൻ കഴിഞ്ഞാൽ എൻ്റെ മരുമോൻ. അതെവിടെ നടക്കും? മേലോട്ട് നോക്കിയിരുന്നു. ഇതങ്ങനെ മുഖ്യനെ തൂക്കുന്ന ഒരു കരക്കമ്പി വന്നതോടെ രാമനാഥൻ ചെലങ്ക കിട്ടി ആടുകയാണ്. തോം. ആ രാമനാഥനാണ് നമ്മുടെ ഗോവിന്ദൻ മാമൻ. 2.25 കൊല്ലം കൂടി ബാക്കി ഉണ്ടല്ലോ. അതാണ് ഗോവിന്ദൻ മാമൻ സ്വപ്നം കാണുന്ന കിനാശ്ശേരി. എനിക്കതല്ല വേവലാതി. എൻ്റെ മുഖ്യനെ എങ്ങാനും തൂക്കിയാൽ ഞങ്ങളുടെ സൂര്യപുത്രിയെ ആര് നോക്കും? ആര് കേസുകളിൽ നിന്ന് ഊരിയെടുക്കും? തെലങ്കാന മുൻ മുഖ്യന്റെ മകൾ കവിതയെ പോലെ സൂര്യപുത്രിയും ഉണ്ട്. തിന്നുമോ പടച്ചോനെ ഇത്? ഇല്ല, പറ്റൂല. എന്നെ അറസ്റ്റ് ചെയ്യാൻ ഞാൻ സമ്മതിക്കൂല. തുപ്പും ഞാൻ, അതോ എറിയും ഞാനെന്ന് മുഖ്യൻ. എന്നെ തൊടാൻ പറ്റൂല. അതെൻ്റെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരമാണടാ. ഞാൻ എൻ്റെ 18ാമത്തെ അടവ് പുറത്തെടുക്കും. പഴശ്ശിയുടെ യുദ്ധമുറകൾ കമ്പനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. എന്താ മുഖ്യ അത്? മോദിയുടെ കാല് പിടിക്കുമല്ലോ, അത് വേറെ വഴിയില്ലല്ലോടെ. തൃശ്ശൂർ ഞാൻ കൊടുക്കാന്ന് പറയും. എടുത്തോട്ടെ, സുരേഷ് ഗോപി എടുത്തോട്ടെ, എടുക്കാൻ ഞാൻ സഹായിക്കും. ഓരോരോ അവസ്ഥ നോക്കണേ മുഖ്യൻ്റെ. ഇത് എങ്ങോട്ടാണ് ഇത് പൊക്കോണ്ടിരിക്കുന്നത്? ഈ പാവം മനുഷ്യനെ വയസ്സാം കാലത്ത് ഇങ്ങനെ ഓടിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഇവരെല്ലാം കൂടെ? പിന്നെ മോദിയും പിണു ആയതുകൊണ്ട് നമുക്ക് പണയാനും പറ്റൂല. അവരൊക്കെ ഓരോ ആൾക്കാരുടെ കള്ളന് കഞ്ഞി വെച്ച ടീംസാണ് യവന്മാരെല്ലാം. അതുകൊണ്ട് നിങ്ങൾ വലിയ മനക്കോട്ടൊന്നും കേട്ടല്ലോ. പിണറായിയെ പൊക്കുവന്ന് അവസാനം നമ്മളായിരിക്കും സസിയാകാൻ പോകുന്നത്. ഇതുപോലത്തെ പല തള്ളുകളെ കുറിച്ച് നമുക്ക് ഇനിയും സംസാരിക്കാനുണ്ട്. അപ്പം കാണാം.